ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പര്യടനം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. പ്രീ സീസൺ പര്യടനത്തിൻ്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലൻഡിലെ മൂന്നാമത്തെ പ്രീ സീസൺ മത്സരം ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിച്ചു. ഇപ്പോഴാണ് മത്സരം അവസാനിച്ചത്. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് 1-4 ഗോളിൻ്റെ വിജയമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. എവർക്കും വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം ഫുട്ബോൾ സ്റ്റുഡിയോത്തിനാകാം. അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പര്യടനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് മൂന്നാം മത്സരത്തിൽ ഇറങ്ങുകയും 1-4 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. കോമി പെപ്രയും അതുപോലെ തന്നെ ഐമനും ലാൽതാങ് മാവിയയും ഷഹീഫുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഗോളുകൾ സ്കോർ ചെയ്തത്. അതിൽ 4 ഗോളുകളുടെ വിജയമാണ് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ സാധിച്ചത്. ഏതായാലും തകർപ്പൻ വിജയം തന്നെയാണ്. അടുത്ത ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ടീം വിട്ട ഒരു താരത്തെക്കുറിച്ചാണ്. ജിക്സൺ സിംഗ് ടീം വിടുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ അറിയിച്ചതാണ്. താരം ടീം വിട്ടുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാനിൽ ജോയിൻ ചെയ്ത കാര്യം ഒഫീഷ്യലായി ഈസ്റ്റ് ബംഗാൾ അറിയിച്ചിട്ടുണ്ട്. 2-3 വീഡിയോയിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവർ. ഏതായാലും ജിക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിമിട്രിയോസ്, ജിക്സൺ സിംഗ്, ഗില്ല് എന്നിവരൊക്കെ ഇപ്പം ഈസ്റ്റ് ബംഗാളിലാണ് ഇനി കളിക്കാൻ പോകുന്നത് സീസണിൽ. അടുത്തായി ഡുറൻഡ് കപ്പിന് തയ്യാറെടുക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. 27 മാസമാണ് ഡുറൻഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇനി ഒരാഴ്ചയേ ഉള്ളൂ, അടുപ്പിച്ച് ഒരാഴ്ച കൃത്യമാണുള്ളത് എന്ന് തോന്നുന്നു. അപ്പം ഏതായാലും ഡുറൻഡ് കപ്പിന് തയ്യാറെടുക്കുകയാണ് എല്ലാ ESL ക്ലബ്ബുകളും അതുപോലെ തന്നെ I-League ക്ലബ്ബുകളൊക്കെ. ഏതായാലും എല്ലാ ടീമുകൾക്കും ആശംസകൾ നേരുന്നു. അടുത്തതായി ഇന്ത്യൻ നാഷണൽ ടീമിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. മാർക്കസ് മെർഗിലാവോ മാധ്യമപ്രവർത്തനം അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിൽ ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ FC ഗോവയുടെ പരിശീലകൻ മനോല മാർക്കസിനെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലകനെ ചുമതലയേൽക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാർക്കസ് മെർഗിലാവോക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഔദ്യോഗികമായി വരാനുള്ളൂ. മനോല മാർക്കസ് ആയിരിക്കും ഇനി ഇന്ത്യൻ പരിശീലകനായി വരാൻ പോകുന്നത്. നമ്മുടെ മുൻ പരിശീലകനായിട്ടുള്ള ഈഗോസ്റ്റ് മാച്ചിന് ഇന്ത്യൻ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു AFF. അതിനുശേഷം പലതരം റൂമറുകൾ നിന്നിരുന്നു. ജംഷഡ്പൂരിൻ്റെ പരിശീലകൻ ആവുമോ അല്ലെങ്കിൽ മറ്റ് വിദേശ പരിശീലകൻ അർജൻറ്റീനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിരുന്നു. പിന്നീട് ഒടുവിൽ ഇപ്പോൾ ഇതാണിപ്പം അറിയാൻ സാധിക്കുന്ന മാർക്കസ് മെർഗിലാവോക്ക് ഒഫീഷ്യലായി അറിയിച്ച കാര്യം. മനോല മാർക്കസിനെ ആയിരിക്കും അടുത്ത ഇന്ത്യൻ നാഷണൽ പരിശീലകനായി വരാൻ പോകുന്നത്. ISL എക്സ്പീരിയൻസ് ഇന്ത്യൻ പ്ലേസിനെ നല്ല രീതിയിൽ അറിയുന്ന ഒരു താരം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്ലേസിനെ അങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഉപകാരം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ചാനൽ ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടുക. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ താങ്ക് യു.